ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവിന്റെ കരുണകളെ അനുഗ്രഹിക്കുകയും നിരതയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം വിശുദ്ധനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവ
പരിശുദ്ധത്താൽ ആശ്രയുയർത്തിയ കർത്താവേ, ആശ്രിതമഗ്നിയുമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ ഈ വത്സല പിതാവിനെ വിളിക്കുകയും നിന്റെ വലതുഭാവം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ വിളിച്ചിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുത്തവർക്കായ ലോകാരംഭത്തിനെ സിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ വത്സല പിതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയാനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തുത്തരും ആത്മക്ലേശമാതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ആകാശമീ ഭൂതലവും താപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായുസ്സും. കീർത്തനങ്ങൾ പാടും ഹൃദയങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ
ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാവരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയം ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ അനുഗമിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നീ ആകാശത്തിലെ ഭൂമിയിലെ സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം. അന്ത്യമിടാത്തോരവികലമോദം നുകരാൻ മൃതനെ മഹിമാവൊഴുകം മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ മക്കളിൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരയാവാൻ കാത്തിരിക്കുന്ന പടക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുനരയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായി രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസനയർപ്പിച്ച കർത്താവേ, ആശുദ്ധമഹിമമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. മരണമടഞ്ഞവരെ മഹിമയോടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ.
കാരുണ്യവാനും മനുഷ്യാംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണവഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആദരാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തവൻ കാത് കെട്ടിട്ടില്ലാത്തവൻ പക്ഷദേവാസില്ലാത്ത ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരുടെ സന്തോഷവും നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ അൽത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാണ് ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിനെ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടൻ നിർത്തണമേ, നല്ലവരത്തു വലം ഭാഗേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കൊത്താരം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയിലേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതരായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാമരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയം ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലേക്കുമാമേ തെളിവായ എന്നുടെ നാഥാ, നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളീണം. ഉന്നത കൃപനാം വിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളീണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം വിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളീണം. അന്ത്യവേളാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരയുങ്കൽ ചേർക്കണമീശോ. ഉന്നത
അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരെയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുനരെയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്യതയുയർപ്പിച്ച കർത്താവേ, ആശിതമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ മഹിമയോട് കൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഈ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അറിവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ഒരുമിച്ച് നാട്ടിലും എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് പോയിക്കൊണ്ടിരിക്കെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ എൻ്റെ ആത്മാവിന് നിത്യസാന്നിധ്യം നേരുന്നു. വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ദൈവം പ്രത്യേക കരുത്തും ശക്തിയും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അനുദപിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീറിനെ ആശീർവദിക്കണമേ. ഈ ജനതാൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ കൃത്യത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ ജീവിതം മുൻകുടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് വലിയ സ്ഥലവും നിർമ്മാണമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.
പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായുള്ള സന്താനങ്ങളെ ധാരമണി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീയാൽ എനിക്ക് ആശ്രയം. എല്ലാത്തിനോടും നിന്ന് എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും തന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവരും സ്തുത്യർഹരുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തെ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജന് ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷേമമുള്ളവർ അക്ഷയരാകും. മർത്യദേവം സകലേശൻ നിതരാലോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വളർന്നാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ ഇസ്ലാമൗലിക പെസാലോണിക്കേക്കാൾ എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപേ അടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാതായുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ ആളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. വിശിയായും മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ എടുക്കപ്പെടും.
നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മാമച്ചേട്ടന്റെ വേർപാടിൽ വേദനിക്കുന്ന വേദനയെ റസൂലി ചേച്ചിയോടും മക്കളായ ജോബിനോടും ജോയലിനോടും അതുപോലെ പിതാവായ മാമച്ചേട്ടനോടും കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും മറ്റങ്ങളോടുമുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെ നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വേർപാട് എന്ന് പറയുന്നത് അത് വേദനാജനകമാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടാകുമ്പോൾ നമ്മെ സംബന്ധിച്ചത് ഉൾക്കൊള്ളുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവൻ ഞാൻ 2-3 വർഷമായിട്ട് തൻ്റെ രോഗവുമായിട്ട് ഡയാലിസിസുമായിട്ടൊക്കെ ചികിത്സയും ഒക്കെ ആയിട്ടായിരുന്നു. ഏതാണ്ട് 58 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് തന്റെ ഓട്ടം പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒത്തിരിയധികം നല്ല നല്ല ഓർമ്മകൾ തന്റെ കുടുംബത്തില്, തന്റെ നാട്ടില്, തന്റെ ഇടവകയില്, തന്റെ ബന്ധുക്കളുടെയും എല്ലാം ഇടയിൽ അവശേഷിപ്പിച്ചിട്ടാണ് മാമഞ്ചേട്ടൻ നമ്മോട് യാത്ര പറയുന്നത്. അതുകൊണ്ടാണ് വേർപാട് എപ്പോഴും വേദനാജനകമാണ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അത് വിജയമാണെന്നോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ബലിയോട് ചേർത്തുള്ള ആത്മസമർപ്പണമാണെന്നോ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നില് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള ഈശോയുടെ വാക്കുകളാണ് നമുക്ക് വാസ്തവത്തിൽ ആശ്വാസം നൽകുക. നമ്മൾ സാധാരണ ആരെങ്കിലും മരിച്ചാൽ പറയാറുണ്ട്, മരിച്ചു പോയി കേട്ടോ, ഇന്നയാള് മരിച്ചു പോയി. ഇതെങ്ങോട്ടാണ് പോയത്? എവിടേക്കോ യാത്രയായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാൾ ഇന്ന് കോട്ടയത്തിൽ പോയി. ഇതുപോലെയാണ് നമ്മൾ പറയുന്നത്, മരിച്ചു പോയി. അത് തന്നെയാണ് തമ്പുരാന്റെ വാക്കുകൾ. നിത്യമായ നിദ്രയിലേക്ക് അല്ലെങ്കിൽ തമ്പുരാനോടൊപ്പമുള്ള നിത്യതയിലേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മരിച്ചവരെ സംബന്ധിച്ച് അവര് ദൈവത്തോടൊപ്പം ആയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഇനി ദുഃഖങ്ങളോ വിഷമങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അവരുടെ ജീവിതത്തെ അലട്ടുന്നില്ല. ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചാണ് ഒരാൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അത് വലിയൊരു വിടവ് സൃഷ്ടിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കൊഴിയുകയും തളിർക്കുകയും
വീണ്ടും കൊഴിയുകയും ചെയ്യുന്ന മരത്തിന്റെ ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറ എന്ന് പറയുന്നത്. ഒരിടത്തൊരാൾ ജനിക്കുന്നു, വേറെ ഒരിടത്തൊരാൾ മരിക്കുന്നു. വളരെ മനോഹരമായ ഒരു ഭൂമിനെയാണ് ദൈവം സ്വന്തമാക്കിയിരിക്കുകയാണ്. മാമഞ്ചേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ. 4-5 വർഷമായിട്ട് ദൈവമായിട്ടുണ്ട് വികാരിയായിരുന്നിട്ടുള്ള ഉള്ള അടുപ്പം. അദ്ദേഹത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇതാ സാക്ഷാൽ ഇസ്രായേൽക്കാരൻ, അല്ലെങ്കിൽ ഇയാളില് കാപട്യമില്ല. വളരെ സിമ്പിളായിട്ട്, വളരെ ഒരു സാധാരണയായിട്ട് ജീവിച്ച് ഓട്ടോയൊക്കെ ഓടിച്ച് തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി അധ്വാനിച്ച വലിയൊരു വ്യക്തിത്വമാണ് നമ്മൾ ഇന്ന് കടന്നു പോവുക. തന്റെ കുടുംബത്തെ അല്ലെങ്കിൽ തന്റെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് അവരൊക്കെ നല്ല നിലയിലെത്തണം, അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ തനിക്കുണ്ടായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകരുതെന്ന രീതിയിൽ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച, അധികമൊന്നും വലുതായിട്ട് സംസാരിക്കാതെ വളരെ നിശബ്ദനായിട്ട് തന്റെ ജീവിതം 48 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് ഒത്തിരി നല്ല ഓർമ്മകൾ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നിട്ട് പോകുന്ന വലിയൊരു വ്യക്തിത്വം. അദ്ദേഹത്തെ കുറിച്ച് ആളുകൾക്കൊക്കെ നല്ലത് മാത്രമേ പറയാനായിരുന്നുള്ളൂ. അസുഖമൊക്കെ ആയിട്ട് പോരാടിക്കൊണ്ടിരുന്നപ്പോഴും അതിനിടയ്ക്കാണെങ്കിലും പലപ്പോഴും പള്ളിയിൽ വരുവാനും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഡയാലിസിസ് പോകുന്നതിന് മുമ്പൊക്കെ ആണെങ്കിലും വന്ന് വിശുദ്ധ കുർബാന സംസാരിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഒക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. തന്റെ ആരോഗ്യത്തെ, അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ മറികടന്നുകൊണ്ട് അതിലുപരിയായിട്ട് തന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച്, ഇതിനിടയ്ക്ക് പോലും വയ്യാതിരിക്കുമ്പോഴാണെങ്കിലും പലപ്പോഴും തന്നെത്താൻ ഓട്ടോ ഓടിച്ച് ഡയാലിസിസിന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെയും കൂട്ടിക്കൊണ്ടല്ലേ, ഭാര്യയെയും കൂട്ടിക്കൊണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ നല്ല നല്ല കുറെ ഓർമ്മകളാണ് ഈ കുടുംബത്തിന് മാമഞ്ചേട്ടന് ബാക്കി വെച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന മക്കളുടെയും, ജോബിന്റെയും ജോയലിന്റെയും വസ്തു ചേച്ചിയുടെ ഒക്കെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം ഇവിടെ ബാക്കി വെച്ചിട്ട് പോയ നല്ല ഓർമ്മകൾ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണോ തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണോ തന്റെ കുടുംബം മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്, ആ രീതിയിൽ ഈ കുടുംബത്തെ അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകളിലൂടെ ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന്റെ വേർപാടിനെ വേദനിക്കുന്ന ഈ കുടുംബത്തോടുള്ള അനുശോചനവും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. വേർപാട് കുടുംബത്തെ സംബന്ധിച്ച് കൂടുതൽ ദുഃഖത്തിലൂടെയുള്ള കടന്നുപോകലാണ്. തമ്പുരാന്റെ ആ സ്നേഹവും കരുണയും എല്ലാം ഇവർക്ക് ആശ്വാസമാകട്ടെ. തുടർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകളിൽ ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് ദൈവ തമ്പുരാൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത ഋഷിയായി ഇത് ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ടതായി കഴിയുന്നവിടെ കണ്ടത് തുടങ്ങുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ കൊടുക്കുന്നവരുമായ വിധിയായി നിന്റെ ദാസന്റെ പാവങ്ങൾ ക്ഷമിക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെ രാമക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പറഞ്ഞ്
ദിവസത്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളത്തിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും തുടർന്നുള്ള ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി തോടെപ്പോഴും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാദി എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിവറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ മേലധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കൂടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായും ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങേ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു.
നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ. വിടവാങ്ങും നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ, സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പരിപാലനങ്ങളെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ മരണവിധേയാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരണങ്ങളെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഇവിടെ അംഗീകൃതരായിരിക്കുന്ന എല്ലാവർക്കും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ കുടുംബത്തിന് നന്ദി അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിലായിരുന്ന സമയം മുതൽ ഈ മരണവാർത്ത അറിഞ്ഞത് മുതൽ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും സഹായിച്ചുകൊണ്ടുള്ള അയൽവക്കക്കാർ, ബന്ധുമിത്രാദികൾ, അതുപോലെ സുഹൃത്തുക്കൾ
അവർക്കെല്ലാം ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നീ അവസരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഇന്നീ അവസരത്തിലും തലേ ദിവസത്തും എല്ലാമായി വീട്ടിലും ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജെയിംസ് അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ ഇടവക വികാരിയായിട്ടുള്ള അജി അത്തിമുട്ടിൽ അച്ഛൻ, ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ബഹുമാനായ സന്തോഷ് അച്ഛൻ, റോണി അച്ഛൻ, സിറിയക് അച്ഛൻ, അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു പുരോഹിതന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ എല്ലാ ബന്ധുമിത്രാദികൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫോണിലൂടെയും മറ്റും എന്നെയും എൻ്റെ കുടുംബത്തെയും അനുശോചനവും സുഖകരങ്ങളും തിരക്കിയ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളുമുണ്ട്. അവരോടെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ വളർന്ന് ചെയ്ത സകലത്തെ നന്നായ ദൈവം ഉയർപ്പിനെ മഹത്വത്തോടുകൂടെ അവസാന ദിവസത്തിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. ഈ സ്വീകരിച്ച വിശുദ്ധ ബുധാശകൾ അഗ്നദൈവത്തിന്റെ ന്യായസ്ഥീനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം.
ജീവിതം. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പമപ്പം വിശപ്പിനും സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിനും സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോർവാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. എന്നെ ധീരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു.